ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെന്റായ ഡ്യൂറന്റ് കപ്പിന്റെ ഗ്രൂപ്പ് നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ് ഡ്രോ കഴിഞ്ഞതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ അതിൻ്റെ ഇപ്പോൾ ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. ഒഫീഷ്യലി ഗ്രൂപ്പിലെ ടീമുകളെ എൻലിസ്റ്റ് ചെയ്തപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത് സി ഗ്രൂപ്പിലാണ്. സി ഗ്രൂപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എതിരാളികളായിട്ട് വരുന്നതിൽ 2 ISL ക്ലബ്ബുകളും പിന്നെ CISFിൻ്റെ പ്രൊട്ടക്ടേഴ്സ് ഫുട്ബോൾ ടീമാണുള്ളത്. അപ്പം ഗ്രൂപ്പ് സിയിൽ വന്നിരിക്കുന്ന ടീമുകൾ 1 കേരള ബ്ലാസ്റ്റേഴ്സ് FC, 2 മുംബൈ സിറ്റി FC, 3 പഞ്ചാബ് FC, 4 CISFിൻ്റെ പ്രൊട്ടക്ടേഴ്സ് ഫുട്ബോൾ ടീമാണ്. ഇതിനകത്ത് ബ്ലാസ്റ്റേഴ്സിന് ഗ്രൂപ്പ് സ്റ്റേജ് കടക്കുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. കാരണം പ്രൊട്ടക്ടേഴ്സ് FC മാത്രമേ ഉള്ളൂ അവരുടെ ഫസ്റ്റ് ടീമിനെ ഇറക്കുന്നത്. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫസ്റ്റ് ടീമിനെയാണ്, മുംബൈ സിറ്റി FC റിസർവ് ടീമിനെയാണ് ഇറക്കുന്നത്, പഞ്ചാബ് FC അവരുടെ മിക്സഡ് സ്ക്വാഡിനെ ആയിരിക്കും ഇറക്കുന്നത്. അപ്പം ഗ്രൂപ്പ് ഘട്ടം കിടക്കുക എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പൂ പറിക്കുന്ന പോലെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ മിഖായൽ സ്റ്റെഹറയ്ക്ക് ആദ്യത്തെ കപ്പ് ഡ്യൂറന്റ് കപ്പിൽ കൂടെ കിട്ടുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. മീൻസ് ആദ്യത്തെ കപ്പല്ല, പുള്ളിക്ക് നേരത്തെ കപ്പ് കിട്ടിയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ കപ്പ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്.